നമുക്കിന്ന് പപ്പടം നിറച്ചതുണ്ടാക്കിയാലോ? പിന്നെ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ സവാള നുറുക്കിയെടുത്തതും പച്ചമുളക് നുറുക്കിയെടുത്തതും തക്കാളി നുറുക്കിയതും എടുത്തിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ 2 മുട്ടയും. മുട്ടയും ഞാനൊന്ന് സ്ലൈസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഐറ്റം ഒരു പപ്പടം. ചട്ടി ചൂടായാലുടനെ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, കണ്ണി തെറിക്കരുത്. എൻ്റെ കണ്ണി തെറിച്ച് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ വീണ്ടും അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പഴയതുപോലെ അടി പിടിക്കാതെ കിണ്ടി കൊടുക്കാം. പിന്നെ ഉപ്പിടാൻ മറക്കല്ലേ കേട്ടോ. നമുക്കിനി മസാല ചേർക്കേണ്ട സമയമായി. കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും പഴയതുപോലെ അടി പിടിക്കാതെ ഒരേ കിണ്ടൽ. അപ്പോഴത്തേക്ക് പിന്നെ അടി പിടിക്കാൻ തുടങ്ങി. നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും. പിന്നെ മുട്ട കൂടെ ചേർത്തിട്ട് പഴയതുപോലെ ഒരേ കിണ്ടൽ വീണ്ടും അടി പിടിക്കാതെ വീണ്ടും ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കരിഞ്ഞ രുചി മാറും. അതുകൊണ്ട് കരിയാത്ത ടൈം ഇതേ ഒരു പരുവാകുമ്പോൾ എടുക്കണം കേട്ടോ. നമുക്കിനി പപ്പടം എടുക്കാം. പപ്പടം എടുത്തിട്ട് പപ്പടത്തിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് നനച്ചു കൊടുക്കാം. വെള്ളം നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടിക്കുമ്പം ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം വെച്ച് നനയ്ക്കുന്നത്. അപ്പോൾ ചുറ്റും നമുക്കൊന്ന് വെള്ളം വെച്ച് തടയിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മസാല ഇതിനകത്ത് കുറേശ്ശെ ചേർത്ത് സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ നടുക്ക് വയ്ക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് മൊത്തം ഒന്ന് റൗണ്ട് ചുറ്റിയെടുക്കാം. വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒട്ടി വരും, ഇളകി പോകത്തില്ല. നമ്മൾ പൊരിച്ചെടുക്കുന്നത് വരെ നമുക്കത് ഒട്ടിയിരിക്കുന്നത്. ഇതേപോലെ വെള്ളം വെച്ച് നമുക്കൊന്ന് നനച്ചെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ അവിടെ നനച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നിറച്ച് നമുക്കിനി പൊരിച്ചെടുക്കാം. എണ്ണ തിളച്ചാലുടനെ നമുക്ക് ഓരോ പപ്പടം ഇതായിട്ട് മറിച്ചും തിരിച്ചെടുക്കാം. നന്നായിട്ട് കരിയണ്ട, നമുക്ക് മസാലയൊക്കെ വെന്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുള്ളി എടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാനിവിടെ എല്ലാം ഓരോന്നോരോന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട്. 1, 2, 3 ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1, 2 കഴിച്ചു, കൊള്ളായിരുന്നു. അപ്പോഴത്തേക്കും തേയിലയുടെ സമയമായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു തേയിലയും കൂടെ കരുത്തുണ്ടെന്ന് കേട്ടോ. നമുക്കിത് കഴിച്ചു വയ്ക്കാമല്ലോ. അന്തസ്. ഓരോ കടി കടിച്ച് തേയില കുടിക്കുക, ഓരോ കടി കടിക്കുക, തേയില കുടിക്കുക. മനസ്സും ശരീരവും എന്താ രുചി! അടിപൊളിയാട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമായിരിക്കും. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.